ഹലോ ഡേയ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് പുതിയൊരു വ്ളോഗാണ്. നമ്മൾ ഒമാനിലുള്ള കാബൂറ പ്രവാസി അസോസിയേഷൻ്റെ ഒരു ക്ലീനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായി. ബീച്ചിലായിരുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോസ് കണ്ടു നോക്കിയാലോ. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുമ്പരി പിടിച്ച വെയിലായിരുന്നു. ആ വെയിലത്താണ് ഈ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടി. അതുകൊണ്ട് അതിൽ പോകുന്ന ആരാ കണ്ണിന് കെട്ടിയാനാണ് ഈ പോകുന്നത്. വീട്ടിലെന്തോരം എന്നെ സഹായിക്കുന്നുണ്ടെന്ന് ആ കവറിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരൊക്കെ കഷ്ടപ്പെട്ട് അവിടെ കിടന്ന് വേസ്റ്റ് എല്ലാം വൃത്തിയാക്കി. ബൽദിയക്കാരുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. ബൽദിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് നമ്മൾ പറയുന്നതാണ് ബൽദിയക്കാരുണ്ടായിരുന്നു നമ്മുടെ ഒപ്പം ക്ലീനിങ്ങിന്. കട്ട സപ്പോർട്ടായിട്ടൊപ്പം നിന്നു. കാര്യങ്ങളെല്ലാം ഉഷാറായി നടന്നു. കുറച്ച് നാളായിട്ട് കാബൂറ പ്രവാസി അസോസിയേഷൻ്റെ ഒരു ചർച്ചയിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു ക്ലീനിങ് സംഘടിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ ഈ ചൂട് കാരണം നമ്മളത് എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ച് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി കാര്യം അടിപൊളിയാക്കി. വൈകിട്ട് ഒരു 4 മണി തൊട്ട് 6 മണി വരെ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അതേപോലെ തന്നെ പ്ലാൻ പടി പെറുക്കി തീർത്തു ഗൈസ്. സംഭവം ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഇവിടെ ഒറ്റക്കെട്ടായിട്ട് ഒരു ഫാമിലി പോലെ നിൽക്കുന്നത്. അത് ഇവിടെ എല്ലാവർക്കും, എസ്പെഷ്യലി ഒരു പ്രവാസിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നൊരു സംഭവമാണ് നാട്ടിലെ കല്യാണം, പാല് കാച്ചൽ, പേരിടൽ, അങ്ങനെ ഓരോ ഒത്തുകൂടൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന ഓരോ പരിപാടികളും മാക്സിമം എൻജോയ്മെൻറ്റിലാണ് ചെയ്യുക. ഒന്നും വിട്ട് കളയാറില്ല. കാരണം നമ്മുടെ മക്കൾക്കൊക്കെ എല്ലാവരുമായിട്ട് ഇടപഴകാനുള്ള ഒരു ചാൻസും കൂടിയാണ് ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ. കൂടാതെ അവരെ ആക്റ്റീവ് ആക്കാനും അതേപോലെ തന്നെ നല്ലൊരു ക്യാരക്ടർ മോൾഡിങ്ങിനും ഇത് അവരെ സഹായിക്കും. ഇത് കണ്ടോ, എന്തോ സംഭവബഹുലമായ ചർച്ചയിലാണ് എല്ലാവരും. അത് പോട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ ഗൈസ്. പാവങ്ങൾ ഇരിക്കുന്ന കണ്ടോ, മുഖം കണ്ടാലറിയാം പണിയെടുത്താട്ട മൂഞ്ചിരിപ്പാണെന്ന്. ഇവിടെ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല കേട്ടോ. കത്തി നിൽക്കണ സൂര്യനെ കണ്ടാ നിങ്ങൾ. അവിടെ കിട്ടാൻ ഇരിപ്പണ കണ്ടാ. വീട്ടിലൊരു ചവറെടുത്ത് അപ്പുറത്തിടാത്ത മനുഷ്യന് ഇപ്പോൾ ഇരിക്കണ ഇരിപ്പ് കണ്ട. ദേണ്ടർ നിൽക്കണം ഞാനും ആരെയും. അങ്ങനെ നമ്മുടെ ഫുട്ബോൾ മമകം തുടങ്ങാൻ ഗൈസ്. ദേണ്ടർ നിൽക്കണം നമ്മുടെ കൊമ്പന്മാരും കൊമ്പികളും. നമ്മുടെ ചവറുവർക്കലിന് ശേഷം നമ്മളൊരു ഫുട്ബോൾ മമങ്കം, അതായത് പെനാൽറ്റി ഷൂട്ടൗട്ട് സംഘടിപ്പിച്ചിരുന്നു ഗൈസ്. അതാണ് ഈ കാണുന്നത്. പിള്ളേരൊക്കെ നിരയായിട്ട് നിർത്തിയിട്ടുണ്ട്. 3 വിഭാഗത്തിലായിട്ട് നമ്മൾ കോമ്പറ്റീഷൻ നടത്തി. സബ് ജൂനിയർ, ജൂനിയർ ആൻഡ് സീനിയർ. മണ്ണ് പിടിത്തിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ. കാണാൻ രസത്തിനിടയിൽ വിഷയത്തിന് തന്നെ മറന്നിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഫുട്ബോളിൻ്റെ സ്റ്റാർട്ടിങ്ങിന് ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ട് തുടങ്ങാൻ പോവാണേ. നമ്മുടെ ചെറുചേട്ടനാണ് ഈ സെറ്റ് ചെയ്യണതെല്ലാം. ഫുട്ബോളൊക്കെ വെച്ച് മുന്നേ നോക്കി നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ദേ എല്ലാവരും റെഡിയാണ്. പിള്ളേർ സെറ്റിന് ഇനി നിരയായിട്ട് നിർത്തി. പാവം പിള്ളേർക്ക് ആവശ്യമില്ലാതെ അതിന് കുറേ മോട്ടിവേഷൻ കൊടുത്ത് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ കെട്ടിയോ. ഇതെല്ലാം പറയുമെങ്കിലും എൻ്റെ കെട്ടിയുടെ ഫോക്കസ് മാറുന്നുണ്ടോ എന്നുള്ള ഫോക്കസിലായിരുന്നു ഞാൻ. നിനക്ക് എന്താണ് ആര്യ? ഒമാനിലെ വൺ ഓഫ് മൈ കട്ടച്ചങ്ക. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് മെയിൻ ഉത്തരവാദി. ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങാനായിട്ട് അഞ്ജലി. അങ്ങനെ നമ്മൾ പെനാൽറ്റി ഷൂട്ടൗട്ട് നടക്കുന്നില്ല. മുഖത്തെ സൺസ്ക്രീനും പോയി, മേക്കപ്പും പോയി. കാണാനാണെങ്കിൽ നല്ല മനിയും കാണാൻ കിട്ടുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ് ദാണ്ട്ര പോകുന്ന ഒരു പാരച്യൂട്ട്. ഇതേപോലത്തെ റിവേഴ്സ് വരുന്നതാണ് കാണിക്കുന്നത്. ഞാൻ അത് റിവേഴ്സ് അടിച്ചത്. അങ്ങനെ നമ്മൾ അവസാനം പെനാൽറ്റി ഷൂട്ടൗട്ട് സ്റ്റാർട്ട് ചെയ്തോട്ടാ. കുഞ്ഞു പിള്ളേരെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തേ. ഇത് നോക്കി അടിച്ചിട്ട് പോയതാണ് എൻ്റെ മോൻ. ഇതെൻ്റെ ബാക്കിൽ വന്നവൻ നല്ല കട്ടയ്ക്ക് അടിച്ച് ഗോൾ പോസ്റ്റിലൊക്കെ അടിച്ചൊക്കെ കയറ്റിയവൻ. അവൻ ആരംഭത്തില് എൻ്റെ മാനം കാക്കൂലടാ പോനെ എന്ന് ചോദിച്ചു. എൻ്റെ കെട്ടിയവൻ അവിടെ കിടന്ന് അലർന്ന് കേട്ടിട്ട് ഇപ്പം ശരിയാക്കി രാച്ചാന്ന് പറഞ്ഞ് ദേണ്ട്ര എൻ്റെ മോൻ അടിച്ചൊരു ഗോൾ. ഹൈ ഇതാണ്ട്ര അച്ഛൻ്റെ സന്തോഷ പ്രകടനം. ഞാനും വിട്ടു കൊടുക്കില്ല എന്ന് ഉറക്കെ വാശിക്ക് പറഞ്ഞുകൊണ്ട് ഇതേ അടുത്ത അടിച്ചു ഗോൾ. അവിടെ നെഞ്ചിനാക്കടി എൻ്റെ മോന് പിന്നെ അടിച്ചു ഗോൾ. ഞാൻ തീരും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലിരുന്ന കണ്ട സാധനങ്ങളെല്ലാം എൻ്റെ മെത്തെറിഞ്ഞ് ഭയങ്കര അവന് പറയും. അതും പറയണല്ലോ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഗാലറിയിൽ നിൽക്കുന്ന എനിക്ക് എൻ്റെ കൂട്ടുകാർക്കൊന്നും അടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ അടിച്ച് കഴിഞ്ഞാൽ ഉള്ള മാനം കൂടെ പോകുന്നു ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയില്ല. അല്ലെങ്കിൽ ഒരു ഫുട്ബോളോ ക്രിക്കറ്റൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു വികാരമാണല്ലേ, നമുക്കാണെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു, നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, അവനിപ്പോൾ അങ്ങനെ ചെയ്യായിരുന്നില്ലേ. പക്ഷെ ഒരു കാര്യമില്ല. പണ്ടുള്ളവർ പറയുന്ന പോലെ മാങ്ങാട്ടിയോടെ എടുത്താലും മാങ്ങനെ പുളി അറിയുമെന്ന് പറയുന്ന പോലെ കളിക്കളത്തിൽ ഇറങ്ങിയാലും അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴാണ് പണ്ടിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് കണ്ട പാടത്തും വരമ്പത്തും ഒക്കെ കളിച്ച് നടന്നിരുന്ന കാലം എനിക്ക് ഓർമ്മ. അതൊന്നും ഗോൾ അടിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ ഗോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ അടി മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ കല്യാണത്തിന് ശേഷം കഥ മൊത്തം മാറി. ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കെട്ട്. അതുകൊണ്ട് റിമോട്ടിന് വേണ്ടി തല്ലുടേണ്ട ആവശ്യം എൻ്റെ ലൈഫിൽ എനിക്ക് വന്നിട്ടില്ല. എവിടെ എന്ത് നടന്നാലും ചോറ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു വിട്ട് നടക്കുന്ന ഒരു പാവം സിവിൽ എഞ്ചിനീയർ കെട്ടുവാനാണ്. നിങ്ങൾക്ക് കലാബോധം ഉണ്ടോ മനുഷ്യാന്ന് ഞാൻ ചോദിക്കുമ്പോൾ കലാബോധമില്ല. പക്ഷേ നിങ്ങൾക്ക് 3 എണ്ണത്തിനും വെട്ടി വിഴുങ്ങാനുള്ള അന്നം കൊണ്ടുവരുന്നത് ബോധം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാറില്ല. സത്യമല്ലേ? ആ മനുഷ്യൻ കഷ്ടപ്പെട്ടാലേ 3 നേരം വെട്ടി വിഴുങ്ങാൻ പറ്റുള്ളൂ. കംബാക്ക് പറഞ്ഞ് ഇപ്പോൾ ഏതൊക്കെയോ കാട് കയറിപ്പോയി. ഇത് പിള്ളേർ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കാണ്ട് കോള്. നമ്മുടെ ഈ പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ കഴിഞ്ഞ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ഇവിടെ ടേസ്റ്റി എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നും നമ്മൾ സാൻഡ്വിച്ച്, എല്ലാവർക്കും സാൻഡ്വിച്ച്, അതേപോലെ തന്നെ ജ്യൂസും ഓർഡർ ചെയ്തിരുന്നു. അതൊക്കെ സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ. എങ്ങനെ ഉൾപ്പെടുത്താൻ ഞാൻ നടന്ന് തീറ്റയല്ലായിരുന്നു. എങ്ങനെ പറ്റും? പിന്നെ അതുമല്ല, എൻ്റെ കയ്യിൽ ഒരു 4 സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. എൻ്റെ 2 മക്കളും ബാക്കി വെച്ച സാൻഡ്വിച്ചും എൻ്റെ ഒരു സാൻഡ്വിച്ചും ഒരെണ്ണം എക്സ്ട്രാ ഞാൻ മേടിച്ചതും. അങ്ങനെ 4 എണ്ണം എല്ലാവരും കളിയാക്കി കൊന്നില്ലെന്നുള്ളൂ. രാത്രി ഒരു 7:30 ആയപ്പോൾ എല്ലാവരും പിരിഞ്ഞു കേട്ടോ. പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാനും അഞ്ജലി ആരും കൂടെ പിരിഞ്ഞതേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഒരു ഫോട്ടോഷൂട്ടോട് കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണേ. ബൈ.